ഒരു കുടുംബത്തിൽ 3 പെൺകുട്ടികൾ. ഒരു രാത്രി ഒറ്റ തീരുമാനത്തിൽ എല്ലാം അവസാനിച്ചു. സംഭവം നടക്കുന്നത് പുലർച്ചെ 2:15. ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും തടയാൻ കഴിഞ്ഞില്ല. ഇത് ഒരു അപകടം മാത്രമല്ല, ഒരു ചോദ്യമാണ്. എന്താണ് യഥാർത്ഥ കാരണം? നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഒരു കഥയല്ല, ഇത് നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ മാറ്റാൻ തോന്നും. 2026 ഫെബ്രുവരി 4 ഇന്ത്യയിലെ ഗാസിയാബാദിൽ 3 പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ അവരുടെ അപ്പാർട്ട്മെന്റിന്റെ 9ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. നിഷിക 16 വയസ്സ്, പ്രാചി 14 വയസ്സ്, പഖി 12 വയസ്സ്. ഇതൊരു സാധാരണ സംഭവമല്ല. ഒരു വീട്ടിൽ നിന്ന് 3 കുട്ടികൾ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്നത് അത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. പോലീസ് അന്വേഷണം തുടങ്ങി. വീട്ടിൽ നിന്ന് ഒരു ഡയറി കണ്ടെത്തി. അതിലെ ചില പേജുകൾ, അതിലെ ചില എഴുത്തുകൾ. ഈ കേസ് അന്വേഷിച്ച അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നത് ആ ഡയറിയിൽ കൊറിയൻ ടാസ്ക്, ഗെയിംസ് ഇവയുടെ ചില സൂചനകൾ ഉണ്ടെന്നാണ്. 8 പേജുകളുള്ള ഡയറിയിൽ റീഡ് നൗ, സോറി പപ്പ എന്നിങ്ങനെയുള്ള എഴുത്തുകൾ. എപ്പോഴും അവർ ഗെയിമുകൾ കളിക്കുക, K-pop പാട്ടുകൾ കേൾക്കുക, കൊറിയൻ സ്റ്റൈൽ വസ്ത്രധാരണം, ലൈഫ് സ്റ്റൈൽ തന്നെ കൊറിയൻ ടച്ച് ആയിരുന്നു. ഇത് കണ്ട അവരുടെ അച്ഛൻ വഴക്കു പറയുകയും ചെയ്തിരുന്നു. പോലീസ് മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു. ഓൺലൈൻ ആപ്പുകൾ, ചാറ്റുകൾ, ബ്രൗസിംഗ് ഹിസ്റ്ററീസ്. ഇവർക്ക് തന്നെ ഇട്ട പേരുകൾ മരിയ, എൽസ, സിന്ധി എന്നിങ്ങനെ ആയിരുന്നു. ഇത് അവർ കളിച്ചിരുന്ന ഓൺലൈൻ ഗെയിമിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. ഈ പെൺകുട്ടികൾ കോവിഡ് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നത് നിർത്തി. വീട്ടിലാണ് കൂടുതൽ സമയവും. മൊബൈൽ, ഇന്റർനെറ്റ് ഇതാണ് അവരുടെ ലോകമായി മാറിയത്. അവർ പിന്തുടർന്നവരിൽ കൊറിയൻ ആക്ടേഴ്സ്, K-pop സംഗീത ഗ്രൂപ്പുകൾ, കൊറിയൻ ഡ്രാമ, സിനിമകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് അവർ ഇഷ്ടപ്പെട്ടത്. അവർ കളിച്ചിരുന്നത് പോപ്പി പ്ലേ ടൈം പോലെയൊക്കെയുള്ള സർവൈവൽ ഗെയിമുകളായിരുന്നു. ഈവിൾ നൺ, ദ ബേബി ഇൻ യെല്ലോ ഇങ്ങനെയുള്ളവയായിരുന്നു. ഈ ഒരു ജീവിത രീതി വീട്ടുകാർ എതിർത്തത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. 16, 14, 12 വയസ്സുള്ള പെൺകുട്ടികൾ, അവരെ ഇത് വല്ലാതെ തളർത്തി. അവർ ഡയറിയിൽ എഴുതിയിരുന്നത്, ഞങ്ങൾ എങ്ങനെ കൊറിയൻ ലൈഫ് സ്റ്റൈൽ വിട്ടുകളയും, കൊറിയൻ ലൈഫാണ് ഞങ്ങളുടെയും, അതിനെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല. ഞങ്ങൾ കൊറിയൻ ആക്ടേഴ്സിനെയും K-pop ഗ്രൂപ്പുകളെയും സ്നേഹിച്ചതിന്റെ 1% പോലും നിങ്ങളെ ആരും സ്നേഹിച്ചിട്ടില്ല. ഇതായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നത്. അവരുടെ അച്ഛൻ വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് 2 കോടി രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു. കുടുംബത്തിലെ മാനസിക അന്തരീക്ഷം കുട്ടികളുടെ മനസ്സിനെ എങ്ങനെ ബാധിച്ചു എന്നത് വലിയ ചോദ്യമാണ്. കൂടാതെ ഒരു ടാസ്ക് ബേസ്ഡ് ഓൺലൈൻ ഗെയിം സംബന്ധിച്ച സംശയവും ഉണ്ട്. നമുക്കറിയാം, ഈ ടാസ്ക് ബേസ്ഡ് ഗെയിമുകളിൽ അപകടകരമായ ചാലഞ്ചുകൾ ഉണ്ടാകും. ഈ ഗെയിമുകൾ ചെറിയ ടാസ്കുകൾ കൊടുത്ത് പയ്യെ കുട്ടികളെ മാനസികമായി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പിന്നീട് അവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായി എന്ത് ചലഞ്ചും ഏറ്റെടുക്കും. അത് ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ എടുത്തേക്കാം. ടാസ്ക് ബേസ്ഡ് ഗെയിംസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ്, സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ. നമ്മൾ കരുതുന്നത് പോലെ ഇത് വെറും ഗെയിം അല്ല. കുട്ടികളുടെ മനസ്സിൽ അതൊരു ലോകമാകുന്നു. അതെ, 16, 14, 12 വയസ്സുള്ള പെൺകുട്ടികൾ, അവർക്ക് ഇത്ര വലിയ തീരുമാനം എടുക്കാൻ എന്താണ് കാരണമായത്? ഡിപ്രഷൻ ആണോ, അതോ ഏകാന്തതയാണോ? കുട്ടികൾ അത് തുറന്നു പറയാറില്ല. നമ്മൾ ചോദിക്കാറുണ്ടോ, നീ ഓക്കെ ആണോ എന്ന്? അവർക്ക് വേണ്ടത് വിലയേറിയ ഫോണല്ല, ഒരു മനുഷ്യന്റെ ശ്രദ്ധയും സ്നേഹവുമാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ എത്ര സമയം മൊബൈലിൽ ചിലവഴിക്കുന്നു? അവരോട് നിങ്ങൾ സംസാരിക്കുന്ന സമയം എത്രയാണ്? ഒരു ദിവസം 10 മിനിറ്റ് പോലും നമ്മൾ അവരുടെ മനസ്സിലേക്ക് പോകുന്നുണ്ടോ? ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കൂ. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നത് തെറ്റല്ല, പക്ഷേ അതിന്റെ ഉപയോഗം നിയന്ത്രിക്കണം. അവരുടെ സുഹൃത്താവോ? അതെ, അവരെ കേൾക്കൂ, ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓൺലൈൻ ലോകം അപകടകരമാണ്, പക്ഷേ ശരിയായ മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ അത് ഉപകാരപ്രദവുമാണ്. ഗാസിയാബാദിലെ ഈ സംഭവം 3 ജീവനുകൾ നഷ്ടപ്പെട്ട കഥ മാത്രമല്ല, ഇത് നമ്മളെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു അലാമാണ്. ഒരു കുടുംബം തകർന്നപ്പോൾ സമൂഹം മുഴുവൻ ചിന്തിക്കണം. ഈ കേസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ഒരു വ്യക്തിയെയോ ഒരു ആപ്പിനെയോ കുറ്റപ്പെടുത്താൻ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി നിങ്ങളുടെ കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കൂ, നിനക്ക് സുഖമാണോ? അവരുടെ മറുപടി കേൾക്കൂ. അതിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. ജാഗ്രതയോടെ ഇരിക്കുക, ബന്ധങ്ങൾ സംരക്ഷിക്കുക. ജീവിതം അമൂല്യമാണ്.